ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവിങ് മച്ചാൻ. എന്നൊരു മച്ചാൻ ഒരു വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ദൃശ്യം 3 ഞാൻ വെയിറ്റ് ചെയ്ത, അല്ലെങ്കിൽ അത്രത്തോളം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സിനിമയായിരുന്നു ദൃശ്യം 3. ഇന്നിപ്പം ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ ഇന്നിപ്പോൾ അത് റിലീസായിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാലോ, അമ്മാതിരി എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ. കാരണം ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു സംഭവം ഈ ഒരു സിനിമ എനിക്ക് തന്ന്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ കുറേയൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ആ ഒരു ഇത് പോകും, പിന്നെ സ്പോയിലറായി പോകും. ഈ ഒരു സിനിമ ആദ്യം തന്നെ പറയേണ്ടത് നേരെ പോയി ടിക്കറ്റ് എടുക്കുക, പോയി കാണുക എന്നൊരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ചെറിയ ചെറിയ സീനും കാര്യങ്ങളും എടുത്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീലായിട്ട് ഇടാതിരിക്കുക. അതിനകത്ത് കിട്ടുന്ന ഒരു സസ്പെൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നെ സിനിമ ആസ്വദിക്കാൻ കയറുമ്പം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കാതെ നേരെ ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. അപ്പം സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, പീക്ക് ലെവൽ സാധനം. ജിത്തു ജോസഫ് എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ പറയുന്ന, പുള്ളി ഒരു ഭാഗ്യവാനായി ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുക. പുള്ളിയുടെ ഭാഗ്യമാണ് അത്. പുള്ളി എന്താണ് സംഭവം ഒന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ആ ഒരു രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് തുടക്കം തന്നെ നമ്മുടെ പഴയ, അതായത് ദൃശ്യം 1ഉം 2ഉം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ക്ലാരിഫിക്കേഷൻ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങുവാണ്. അത് ഒരു എന്തുവാ പറയുന്ന, ദൃശ്യം എന്നുള്ളൊരു സിനിമ, ആ ഒരു സിനിമ പിടിക്കുന്ന ആ ഒരു സംഭവം കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇനി ഞാൻ ഒരുപാട് പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകണം, സ്പോയിലറായി പോകും. പിന്നെ നിങ്ങൾക്ക് കാണാനുള്ളൊരു ഇതും കിട്ടത്തില്ല. ഇത് ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഇച്ചിരി ഇങ്ങനെ നമുക്ക് ഒരു ലാഗടിച്ച് പോകുമെങ്കിലും അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു സിനിമ. ഇത് ദൃശ്യം ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോയിരിക്കുന്നത്. ഒരു ഇൻ്റർവെല്ലിൽ പഞ്ചുണ്ട്, എൻ്റെ പൊന്നളിയാ, അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ഒരാളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം. സീരിയസ്ലി ഇത് ജിത്തു ജോസഫ് പറഞ്ഞ ഒരു കുഞ്ഞു സിനിമയാണല്ലോ, ഒരു ഫാമിലി പടമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പുള്ളി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് കിട്ടത്തില്ല. അത് പുള്ളി എല്ലാ ഇൻ്റർവ്യൂസിനും പറയുന്നൊരു കാര്യമാണ്. ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന ഒരു സാധനം ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ ഇത് വേറൊരു സംഭവമാണ്. ഇത് എന്ത് പറയുന്ന, ഇത് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇടക്ക് നടക്കുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവെല്ലിൽ കൊണ്ടുവരുന്നൊരു സാധനമുണ്ട്, അത് ഒരു ഒന്നൊന്നര സാധനമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ലാസ്റ്റ് എത്തുമ്പം ഒരു 10-20 മിനിറ്റ് ഉണ്ട്, അത് ഒരു രക്ഷയില്ല. എന്നാലും ഗായ്സ്, നിങ്ങൾ പോയി കാണുക. ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിനകത്ത് ഇച്ചിരി കൂടുതൽ ഇമോഷൻസും കൂടെ ഈ ഒരു സിനിമയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്നാലും ലാലേട്ടാ, താങ്ക് യു ഫോർ ദിസ് ഫിലിം. അതുപോലെ ജിത്തു ജോസഫ് പടം ഗായ്സ്, സംഭവം ഇറുക്കിതിനകത്ത്. പക്ഷെ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത്. എനിക്ക് പിന്നൊരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഇതിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡാണ് ഗൈസ്. സീരിയസ്ലി പറയാം, ഇത് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടത് സെക്കൻഡാണ്. സെക്കൻഡിനകത്ത് ആ ഒരു ക്ലൈമാക്സിൽ കിട്ടുന്നൊരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. അപ്പം ഇതിനകത്തും സംഭവങ്ങൾ ഇருக்கு, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും, നല്ല രീതിയിൽ തന്നെ സ്പോയിലറായി പോകും. അപ്പം നിങ്ങൾ എന്തായാലും നേരെ പോയി ടിക്കറ്റ് എടുക്കുക, ആദ്യം സിനിമ പോയി കാണുക. എനിക്ക് പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. ഇനി കാണാൻ പോകുന്നവരോട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഗൈസ്, അടുത്തൊരു സിനിമ റിവ്യൂ ആയിട്ട് ബൈ.